വിനീഷ്യസ് ജൂനിയർ ഏറെക്കുറെ റയലിൽ തുടരുന്ന മട്ടാണ്. വിനിയും റയലും തമ്മിലുള്ള പ്രതിഫല തർക്കം മുറുകിയ സമയത്ത് ഗണ്ണേഴ്സാണ് ഈ സാഹചര്യം ഏറ്റവും അധികം മുതലാക്കാൻ ശ്രമിച്ചത്. എന്നാൽ വിനി കരാർ പുതുക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. അതിനിടയിലാണ് ആഴ്സണൽ മറ്റൊരു വലിയ മൂവ് പൂർത്തിയാക്കിയത്. ബ്രൂണോ ഗിമറസിനെയും ഗണ്ണേഴ്സിനെയും ചുറ്റിപ്പറ്റിയുള്ള ഡിസ്കഷനുകൾ ഏറെ നാളായി അന്തരീക്ഷത്തിലുണ്ട്. ദൗഡുക്കം ആ മൂവ് സാധ്യമാകുന്നു. ഇനി ആഴ്സണലിന്റെ മിഡ്ഫീൽഡിലേക്ക് നോക്കൂ. ഡെക്ലാൻ റൈസ്, മാർട്ടിൻ ഒഡഗാർഡ്, ഗ്യുമറസ്, മാർട്ടിൻ സുബിമെൻഡി, മിഖേൽ മെറീനോ, എസെ, നോനി മദുവെക്കെ, ലെവിസ് കെല്ലി. പ്ലന്റി ഓഫ് ഓപ്ഷൻസ്. നേരത്തെ മോർഗൻ റോജേഴ്സിന്റെ പിന്നിലും ഉണ്ടായിരുന്നു ഗണ്ണേഴ്സ്. എന്നാൽ ചെൽസി രണ്ടും കൽപ്പിച്ചായിരുന്നു. ഒടുവിൽ റെക്കോർഡ് തുകക്ക് റോജേഴ്സ് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലേക്ക് ചേക്കേറി. വിനീഷ്യസ് ആൻഡ് ബ്രൂണോ ഗിമറസ്, രണ്ട് ബ്രസീലിയൻ സ്റ്റാറുകളുടെ പേരാണ് പിന്നെ ഗണ്ണേഴ്സിനെ ചുറ്റിപ്പറ്റി ഏറെ ഉയർന്നു കേട്ടത്. അതിലൊന്നവർ പൊന്നും വില കൊടുത്ത് സാധ്യമാക്കുന്നു. 75 മില്യൺ പൗണ്ടിനാണ് ഗണ്ണേഴ്സ് ന്യൂകാസിൽ നായകനെ തൂക്കിയത്. ക്രിസ്റ്റോസ് സോളിസിനെ ക്ലബ് ബ്രൂഗയിൽ നിന്ന് 34 മില്യൺ പൗണ്ടിന് തട്ടകത്തെത്തിച്ചതായിരുന്നു ഇന്നലെ വരെ ആഴ്സണൽ നടത്തിയ ശ്രദ്ധേയമായ നീക്കം. ഗ്യുമറസിന്റെ വരവ് ആരാധകർക്ക് ഇരട്ടി ആവേശമാണ് നൽകുന്നത്. കഴിഞ്ഞ സമ്മറിൽ ടീമിലെത്തിയ ക്രിസ്റ്റ്യൻ നൊഗാർഡ് എവേർട്ടണിലേക്ക് ചേക്കേറി. അർട്ടേറ്റയ്ക്ക് നൊഗാർഡിൽ അധികം വിശ്വാസമുണ്ടായിരുന്നില്ല. ലീഗിൽ 7 മത്സരങ്ങളിലാണ് നൊഗാർഡ് പോയ സീസണിൽ ആകെ കളത്തിലിറങ്ങിയത്. സ്റ്റാർട്ട് ചെയ്തത് ആകെ ഒരൊറ്റ മത്സരത്തിൽ മാത്രം. മാർട്ടിൻ സുബിമെൻഡിക്കും ഡെക്ലാൻ റൈസിനും പിടിപ്പത് പണിയായിരുന്നു. കഴിഞ്ഞ സീസണിൽ റൈസ് മുഴുവൻ കോമ്പറ്റീഷനുകളിലുമായി 4454 മിനിറ്റും സുബിമെൻഡി 4292 മിനിറ്റുമാണ് കളിച്ചത്. ഗ്യുമറസ് വരുന്നതോടെ ഇരുവർക്കും നൽകുന്ന വർക്ക് ലോഡ് ഗണ്യമായി കുറയ്ക്കാൻ അർട്ടേറ്റയ്ക്കാകും. 2022 ഫെബ്രുവരിയിലാണ് ബ്രൂണോ ലിയോൺ വിട്ട് ന്യൂകാസിലിനൊപ്പം ചേരുന്നത്. അക്കാലത്ത് റെലഗേഷൻ ഭീഷണിയിൽ ചക്രശ്വാസം വലിക്കുകയായിരുന്നു ന്യൂകാസിൽ. അതേ സമയത്ത് വമ്പൻ ക്ലബ്ബുകളിൽ ചിലതിന് ഗ്യുമറസിൽ താല്പര്യമുണ്ടായിരുന്നു. എന്നിട്ടും ന്യൂകാസിൽ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനാണ് ബ്രസീലിയൻ താരം തുനിഞ്ഞത്. അവിടെ നിന്നിങ്ങോട്ട് 4 വർഷക്കാലം 195 മത്സരങ്ങളിൽ ടീമിന്റെ കുപ്പായം അണിഞ്ഞു. അക്കാലയളവിൽ ഗ്യുമറസിനേക്കാൾ കൂടുതൽ ടീമിന്റെ ജേഴ്സി അണിഞ്ഞ ഒരൊറ്റ കളിക്കാരൻ പോലുമില്ല. എഡിഹോയുടെ സിസ്റ്റത്തിൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഗ്യുമറസ് ഒരു നിർണായക സാന്നിധ്യമായി മാറുന്നു. 2022 ജനുവരി മുതൽ ഇങ്ങോട്ട് ബ്രൂണോക്ക് 16 ലീഗ് മത്സരങ്ങൾ മാത്രമേ നഷ്ടമായിട്ടുള്ളൂ. അതിൽ 2 എണ്ണത്തിൽ മാത്രമാണ് ന്യൂകാസിൽ വിജയിച്ചത് എന്നോർക്കണം. ബ്രൂണോ കളത്തിലിറങ്ങിയ 153 ലീഗ് മത്സരങ്ങളിൽ ടീമിന്റെ വിജയ ശതമാനം 52.3 ആണ്. അയാൾ ഇല്ലാത്തപ്പോൾ അത് 12ലേക്ക് കുത്തനെ ഇടിഞ്ഞു. അയാൾ കളത്തിലിറങ്ങിയപ്പോൾ ശരാശരി 1.8 പോയിന്റ് ആണ് ടീം സ്കോർ ബോർഡിൽ ചേർത്തത്. അയാൾ പുറത്തിരുന്ന സമയത്തത് 0.7 ആയി ചുരുങ്ങി. ഇനി മൊത്തം കണക്കുകൾ പറയാം. 2022 ശേഷം ഗ്യുമറസ് പ്രീമിയർ ലീഗിൽ കളിച്ച 153 മത്സരങ്ങളിൽ 80ലും ന്യൂകാസിൽ ജയിച്ചു. 29 മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. 44 മത്സരങ്ങളിൽ പരാജയം രുചിച്ചു. 16 മത്സരങ്ങളിലാണ് ഗ്യുമറസ് ഇല്ലാതെ ലീഗിൽ ടീം കളത്തിലിറങ്ങിയത്. അതിൽ ജയിച്ചതാകെ 2 മത്സരങ്ങളിൽ. 9 മത്സരങ്ങൾ തോറ്റപ്പോൾ 5 എണ്ണം സമനിലയിൽ കലാശിച്ചു. പോയ വർഷമാണ് ന്യൂകാസിലിനൊപ്പമുള്ള തന്റെ കരിയർ ബെസ്റ്റ് സീസൺ ഗ്യുമറസ് പൂർത്തിയാക്കിയത്. ലീഗിൽ 9 ഗോളും 5 അസിസ്റ്റും 28കാരന്റെ പേരിലുണ്ടായിരുന്നു. ന്യൂകാസിലിനൊപ്പം ചേർന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻസ് ഗ്യുമറസ് പൂർത്തിയാക്കിയത് കഴിഞ്ഞ സീസണിലാണ്. സീസണിൽ ടീമിന്റെ ടോപ്പ് സ്കോററും മിഡ്ഫീൽഡറായ ഗ്യുമറസ് ആയിരുന്നു എന്നോർക്കണം. 70 വർഷങ്ങൾക്ക് ശേഷം 2025 ഇംഗ്ലീഷ് മണ്ണിൽ ന്യൂകാസിൽ ഒരു കിരീടം ഉയർത്തുമ്പോൾ ടീമിലെ നെടുന്തൂണായിരുന്നു അയാൾ. 7 പതിറ്റാണ്ട് കാലത്തിന് ശേഷം സെന്റ് ജെയിംസ് പാർക്കിലേക്ക് ഒരു കിരീടമെത്തിയത് ഗ്യുമറസിന്റെ നായകത്വത്തിലാണ്. അതേ വർഷം ന്യൂകാസിലിന്റെ പ്ലെയർ ഓഫ് ദി സീസൺ പുരസ്കാരം തേടിയെത്തിയത് ക്യാപ്റ്റൻ ഗ്യുമറസിനെയാണ് എന്നോർക്കണം. 2022 മുതൽ 26 വരെയുള്ള കണക്കുകൾ എടുത്തു നോക്കിയാൽ ബ്രൂണോ ഗിമറസിന്റെ ഗോൾ കോൺട്രിബ്യൂഷൻസ് പ്രതിവർഷം വർദ്ധിച്ചു വരുന്നത് കാണാം. 2026 ടീമിനൊപ്പം ഏറ്റവും മികച്ചൊരു സീസൺ പൂർത്തിയാക്കിയാണ് അയാൾ പടിയിറങ്ങുന്നത്. സമീപകാലത്ത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കണ്ട ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളാണ് ഗ്യുമറസ്. കഴിഞ്ഞ ലോകകപ്പിൽ ബ്രസീലിനായി ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ പൂർത്തിയാക്കിയത് ഗ്യുമറസ് ആണ്. വിശ്വവേദിയിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് പൂർത്തിയാക്കിയ താരങ്ങളുടെ പട്ടികയിൽ 4 അസിസ്റ്റുമായി മൈക്കിൾ ഒലിസയ്ക്ക് താഴെ 2ാമത്. നമ്പർ 6 റോളിൽ ഒരു ഡീപ് പ്ലേയിങ് മിഡ്ഫീൽഡറായോ നമ്പർ 8 റോളിൽ ഒരു സെൻട്രൽ മിഡ്ഫീൽഡറായോ കളിക്കാൻ ശേഷിയുള്ള താരമാണ് ഗ്യുമറസ്. പോയ സീസണിൽ ന്യൂകാസിൽ നിരയിൽ തന്റെ പൊസിഷനെ കുറിച്ച് ചോദ്യമുയർന്നപ്പോൾ തനിക്ക് നമ്പർ 8 റോളിൽ കളിക്കാനാണ് കൂടുതൽ ഇഷ്ടമെന്നും എന്നാൽ എഡിഹോ തന്നെ നമ്പർ 6 റോളാണ് ഏൽപ്പിച്ചത് എന്നും പറഞ്ഞു വെക്കുന്നുണ്ട് ഗ്യുമറസ്. എനിക്ക് 2 റോളിലും കളിക്കാനാകും, എന്നാൽ എഡിഹോ കുറച്ചുകൂടി അറ്റാക്കിങ്ങിലാണ് എൻ്റെ കോൺട്രിബ്യൂഷൻസ് തേടിയത്. പിന്നീട് ടൊനാലി നമ്പർ 6 റോൾ ഏറ്റെടുത്തപ്പോൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്പർ 8 റോളിലേക്ക് പിന്നീട് മാറുന്നുമുണ്ട് ഗ്യുമറസ്. ഗ്യുമറസിന്റെ ഈ വേഴ്സിറ്റിലിറ്റിയെ അർട്ടേറ്റയ്ക്ക് ക്രിയാത്മകമായി ഉപയോഗിക്കാനാകും. 30 ഗോളുകളും 25 അസിസ്റ്റുകളുമാണ് ന്യൂകാസിലിനായി ഗ്യുമറസ് കുറിച്ചത്. ഗോൾ മുഖത്ത് അയാൾ എപ്പോഴും എതിരാളികൾക്ക് ഒരു ത്രട്ടായി തുടർന്നു.
ഡബിൾ പിവോട്ട് റോളിൽ ബ്രൂണോയുടെ മുഴുവൻ കഴിവും പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ഫുട്ബോൾ പണ്ഡിറ്റുകൾ പലരും അവകാശപ്പെടുന്നത്. ഗ്യുമറസിനെയും ഡക്ലാൻ റൈസിനെയും ഡബിൾ പിവോട്ടായി ഉപയോഗിച്ചാൽ മാർട്ടിൻ ഒഡഗാർഡിനെയോ എബറേച്ചിയസയെയോ നമ്പർ 10 റോളിൽ കളിപ്പിക്കാൻ അത്ലറ്റിക്ക് കഴിയും. ഡിഫൻസീവ്ലി ബ്രില്യൻ്റ് ആയ ബ്രൂണോയുടെ പോയ സീസണിലെ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻസും മോഹിപ്പിക്കുന്നതാണ്. ബോൾ റിക്കവറീസ്, ഡ്യുവൽ വിൻസ്, ടാക്കിളുകൾ, ലൈൻ ബ്രേക്കിംഗ് പാസുകൾ തുടങ്ങിയ എല്ലാ കണക്കുകളിലും പോയ സീസണിലെ ആഴ്സണൽ മിഡ്ഫീൽഡർമാരെക്കാൾ മികച്ച റെക്കോർഡുകളാണ് ഗ്യുമറസിനുള്ളത്. അതിനാൽ തന്നെ വിവിധ റോളുകളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഗ്യുമറസിന്റെ വരവ് മികച്ചൊരു ആഡിംഗ് ആയാണ് വിലയിരുത്തപ്പെടുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടമണിഞ്ഞ ഗണ്ണേഴ്സ് പോയ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലും പ്രവേശിച്ചിരുന്നു. ഇക്കുറിയും 2 കോമ്പറ്റീഷനുകളിലും ഫേവറേറ്റുകളായി തന്നെ ആഴ്സണൽ ഉണ്ടാകും.